എന്തായാലും കത്തയച്ചിട്ടുണ്ടല്ലോ, മറുപടി വരട്ടെ, എന്നിട്ട് നോക്കാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. എന്നാ ആയിക്കോട്ടെ. ശരി അച്ഛാ. ആഹാ, ഇത് നമ്മുടെ ഡോക്ടർ കക്ഷിയല്ലേ? ഇന്ന് വന്നേ ഉള്ളൂ. ഇനിയിപ്പൊ ഇയാളെ ടെൻഷൻ എടുപ്പിക്കാതെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? എടോ ഇനി വന്നേ. ഇത് മനു, എന്റെ ഉറ്റ ചങ്ങാതിയുടെ മോനാ. മലയാള ഭൂമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ. ഇവിടെ എന്താ ഫോട്ടോ ഓഫീസർ എന്നൊക്കെ പറഞ്ഞു കൂടിയിരിക്കുക. കുറച്ചു ദിവസം എന്റെ കൂടെ കാണും. ചിറ്റാഴക്കാരുടെ ഹീറോയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ആള് ബലരാമൻ. വേണെ കുറിച്ച് ഫോട്ടോ എടുത്ത് വെച്ചോ. അതെ, കയ്യാളായിട്ട് എന്റെയും കൂടെ ഒരു ഫോട്ടോ അങ്ങ് എടുത്തു. എന്നടാ ഓ, അവൻ നിന്ന് തൂങ്ങണ കണ്ടാച്ചോ. ഞങ്ങളങ്ങ് നടക്കട്ടെ. എടാ, വീടിന്റെ താക്കോല് ഞാൻ കടയില വെച്ചേക്കണേ. നീ ഇവരെയും കുട്ടികളും നടന്നു, ഞാൻ വന്നേക്കാം. സൂക്ഷിച്ചു പോണേ. ഓ, എന്റെ ഒരു മറവി. വിടാം, പക്ഷെ എനിക്കറിയണം നിന്റെ ഉള്ളിൽ എന്താണെന്ന്. അതറിയണം ഞാൻ ഇവിടം വരെ. ദൈവമേ, പപ്പ ഇപ്പൊ കാണും. വിടാനാ പറഞ്ഞേ. വിടാം, പക്ഷെ എനിക്കറിയണം നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന്. പറഞ്ഞിട്ട് പോയാ മതി. ഒന്നുമില്ല പപ്പ, കല്ലി തട്ടിയതാ. ലൈറ്റിന് മുമ്പിൽ കയറി നടക്കാൻ പറഞ്ഞാൽ നടക്കില്ല. കുറെ പറ്റി കൂടി നടന്നോളൂ. ഇപ്പൊ കണ്ടില്ലേ, നടക്ക. ഇനിയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പെർമനന്റ് ആയി താമസിക്കാൻ കഴിയോ? ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ഞാൻ വേണ്ടില്ല. നോക്കിക്കോ. കേൾക്കുന്നുണ്ടോ പറയണത് വല്ലതും? ഈ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പപ്പ. സത്യനങ്ങളോട് പറഞ്ഞു നമുക്ക് ഈ വീട് വിലക്ക് വാങ്ങിയാലോ? എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? മീശ വിട്ട് നിന്റെ ഇടയില ആലോചിക്കാം. ഈശ്വര, ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. ഗായത്രി ജി, എന്റെ പപ്പയെ കണ്ണു വെക്ക. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞാണേ. ഈ ഉള്ള ഞാനൊരു കരക്ക് അടുപ്പിക്കും. എന്താ ഇത്? ആരെങ്കിലും കണ്ട ഒന്ന് പോകുന്നുണ്ടോ? പോകാം, പക്ഷെ എനിക്ക് നിന്റെ മറുപടി അറിയണം. പപ്പ കണ്ട താൻ പോയേ. പറയാനുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. എപ്പോ? അതൊക്കെ പറയാ. ഒന്ന് പോകുന്നുണ്ടോ? ദേ, ഇന്ന് രാത്രി പാട്ടും മേളം നടക്കുമ്പോ തൂക്കുപാലത്തിനടുത്തുള്ള വലിയ മരത്തിന് ചോട്ടി വരണം കേട്ടോ. വരുവോ? ദേ, വരണം. വരാം, പോ. ഓക്കെ, താങ്ക് യു. എന്താ മരത്താലെ വന്ന ദോഷം മരത്താലെ ഒഴിപ്പോനായി മരത്തിന്മേൽ തൂങ്ങി നീയും മരത്തിന്മേൽ. ആ മിണ്ടാപ്രാടിയെ കൊണ്ടാണോ നീ ഇത് ചോദിപ്പിക്കുന്നത്? ഒരു മര്യാദ കാണിച്ചൂടെ? അത് പിന്നെ അവൻ സമ്മതിക്കണ്ടായോ? എന്നെ കൊണ്ട് എടുപ്പിക്കണ്ടായോ? ഇല്ലയോടാ? പിന്നെ ചാക്ക് 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 സഞ്ചി ട്യൂബ് കന്നാസ് മീ അതും കൂടെ എടുക്കണോ? ആ സഞ്ചി. മരത്താലേ വന്ന ദോഷം മരത്താലേ ഒഴിപ്പാന മരത്തിന്മേൽ ഇങ്ങനെ ഒരു ജന്മം. പുത്ര.
എന്താ എന്തു പറ്റൊരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ല ചേച്ചി. പപ്പയും സത്യേട്ടനൊക്കെ വരാൻ ഇനിയും വൈകുമായിരിക്കും. മോള് വാ, നമുക്ക് അപ്പുറത്ത് പോയിരിക്കാം. വേണ്ട ചേച്ചി, ഞാൻ അവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ ഞാൻ അനുവിനെ ഇങ്ങോട്ട് വിടാം. ഉം. നിക്കടെ എവിടെ എവിടെയാടി ഇതിന്റെ പൊറുതി? ഇപ്പുറത്തോ അപ്പുറത്തോ? കണ്ട വരുത്തന്മാരെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചിട്ട് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന എന്റെ മോളെയാണോടി നിങ്ങൾ സപ്ലൈക്ക് വെച്ചിരിക്കുന്നത്? പഠിത്തമൊക്കെ പിന്നെ എവിടെയാണ് ഇതിന്റെ തന്ത? അവിടെ വിളിച്ചിറങ്ങടി. മനസ്സിലായി ഉപ്പാപ്പൻ ഇത് എന്നാത്തിന്റെ കേടാ? ആ കൊച്ചവിടെ ഇരിപ്പുണ്ട്, അത് കേൾക്കുന്നുള്ള വിചാരം പോലും ഇല്ലാണ്ട്. കൊച്ചോ? കൊച്ചും തള്ളയും കേക്കട്ടടി. എല്ലാവർക്കും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെ ഈ മത്തായിപ്പുള്ള പറയുന്നത്. എന്റെ മോളമ്മയുടെ ആങ്ങളെ ലൂക്കോച്ച് മെറ്റോഡോറിന്റെ 1-ാം തരം സെയിൽസ് വണ്ടി ചവിട്ടി നിർത്തി വിളിച്ചിട്ട് നീ അതിനകത്തോട്ട് കേറിയില്ലല്ലോടി? ഇല്ലല്ലോടി. ഇപ്പൊ കുറ്റിയും പറിച്ചോണ്ടോന്ന് ഒരുത്തന്റെ പാട്ട ലോറി കണ്ടപ്പോ അവളങ്ങ് കേറിപ്പോയി. പള്ളി മുക്കി പോവാൻ ജീപ്പ് നോക്കി നിന്നപ്പോ രാമേട്ടൻ ലോറിയായിട്ട് അതുവഴി വന്നു. അവളൊന്ന് കയറി. കൂട്ടത്തിൽ എന്റെ പിള്ളേരുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മാനം മര്യാദയ്ക്ക് വാറ്റി ജീവിക്കുന്ന എന്റെ മുഖത്ത് ഈ കാട്ടിലെ നാറികളെ കൊണ്ട് തുപ്പിക്കരുത്. പറഞ്ഞേക്കാം. ആ ഉറിയും തൊട്ട് നിൽക്കുന്നു. മാനം കേട്ട വർഗം. ഞാനൊരു വിഡ്ഢിയാണ്. അല്ലെങ്കിൽ നിന്റെ മനസ്സ് വായിക്കാൻ ഇത്ര വൈകുമോ? ഗുഡ് ബൈ. പോകാനിറങ്ങിയതാ, പക്ഷെ കഴിയുന്നില്ല. നോക്കട്ടെ നോക്കട്ടെ, എവിടെ? ഇതാ കള്ളസ്വാമിയുടെ ഒളിഞ്ഞോട്ടല്ലേ? ഈശ്വരാ, നീ എന്തിനാ ഇതൊക്കെ എടുക്കാൻ പോണേ? ഞാൻ പോണല്ലോ, എന്റെ ക്യാമറ പോണതല്ലേ. അങ്ങനെ പോയതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കിട്ടിയത്.